SFIയുടെ ഗുണ്ടകൾ ഒരു പോലീസുകാരനെ ആക്രമിക്കുന്നു മാളിൽ വെച്ച്. അങ്ങനെ ഒരു വാർത്ത വന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ തോന്നി, എന്ത് ഗുണ്ടായിസാണ് ഒരു പോലീസുകാരൻ ഡ്യൂട്ടിയിലല്ലാത്ത സമയത്ത് ടാർഗറ്റ് ചെയ്ത് വന്ന് അയാൾ ആക്രമിക്കുന്ന ആ ഗുണ്ടായിസത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചില്ല. പക്ഷേ അതിൻ്റെ മുന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ, നിഷ്പക്ഷമായി പറയാലോ, നമ്മൾ SFIക്കാരനായിട്ടൊന്നുമല്ല പറയുന്നത്. ആ അടിച്ച വ്യക്തി ഈ ഗുണ്ടയായി വന്ന് അടിക്കുന്നു എന്ന് പറയുന്ന മേൽപ്പറഞ്ഞ SFIക്കാരൻ, അയാളെ ഈ പോലീസുകാരൻ തല്ലുന്ന തല്ലൽ ഒറ്റയടിക്ക് മലന്നടിച്ച് വീഴുകയാണ്. മരണം വരെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അത് കാണുന്ന വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ഈ വീഡിയോ കൂടി വന്നപ്പോൾ സകല കേരളത്തിലെ ഒരു 99.9% ആളുകളും ആ പോലീസുകാരനെ അനുകൂലിക്കണില്ല. ഓനത് കിട്ടേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ഗുണ്ടായിസത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഒരു നിലക്കുള്ള ഈ പോലീസുകാരൻ ചെയ്തത് ഏത് ഗണത്തിലാണ് പെടുത്തുക? ഇത് സർക്കാർ വ്യക്തമാക്കി. പോലീസുകാരൻ അയാളെ ആ പയ്യനെ ആ കോലം തലക്കടിക്കുന്നത് എന്ത് ഗുണ്ടായിസ? നിയമപരമായ ഗുണ്ടായിസ? അതിന് വല്ല സർക്കാർ ആനുകൂല്യമുണ്ടോ? ഇതൊരു ചോദ്യമല്ലേ? സ്വാഭാവികമായിട്ടും ഇവിടെ പ്രതികരണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിയമ നടപടി സ്വീകരിക്കേണ്ട ഒന്നായിരുന്നു. ഇതിനി നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല. പക്ഷേ പൊതുവികാരം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടേണ്ടതാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. കിട്ടിയത് പോരാന്ന് പറയുന്ന എത്രയോ കമൻറ്റുകൾ. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാരായ കോൺഗ്രസിൻ്റെ ചില ആളുകൾ ഇത് സർക്കാരിനെ എതിർക്കാൻ വേണ്ടി പല പ്രസ്താവനകളും നടത്തുന്നുണ്ടെങ്കിലും പല കോൺഗ്രസ് നേതാക്കന്മാരും അതിനെ അനുകൂലിച്ചുകൊണ്ട് KSUവിൻ്റെ ഒക്കെ നേതാക്കന്മാർ രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ SFIക്കാരനോ CPMകാരനോ ഒന്നുമല്ല. നമ്മൾ ഇതിലൊക്കെ എല്ലാ രാഷ്ട്രീയത്തെയൊക്കെ മാറ്റിവെച്ച് നമ്മളിതിനെ ഒരു നിഷ്പക്ഷമായ ഒരു മനോഭാവത്തോടു കൂടി ആ കണ്ണോടു കൂടി കാണുകയാണെങ്കിൽ ശരിക്കും ഇത് രണ്ട് സംഭവം കാണുമ്പോൾ എന്താ നമുക്ക് തോന്നുക? ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്താ തോന്നുക? ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഇത് പോലീസ് അസോസിയേഷൻ്റെ ഉള്ളിൽ ഭയങ്കരമായ, അതായത് ഈ പോലീസുകാരനെതിരെ വലിയ വകുപ്പുകളൊക്കെ ഇട്ടിട്ട് കേസെടുത്തിരുന്നു. അത് പോലീസ് അസോസിയേഷൻ്റെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോലീസുകാരോട് ചോദിക്കട്ടെ, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടൊരു ചെക്കനാണ് ആ കോലത്തിൽ ലാത്തി കൊണ്ട് അടി കിട്ടണമെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊക്കെ പ്രതികരണം? ഞാൻ ഇപ്പോൾ അടുത്തേ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെക്കൻ പ്രതിയായി. സ്വാഭാവികമായി സംഭവിച്ചൊരു കേസാണ്. കേസൊന്നും ഞാൻ പറയുന്നില്ല. അയാളെ റിമാൻഡ് ചെയ്യുമ്പോൾ ഈ റിട്ടയർഡായ പോലീസുകാരൻ മറ്റു പോലീസുകാരോട് പറഞ്ഞ് കരയണത് എന്താണെന്നറിയോ? നിങ്ങൾ ഓനെ ജയിലിലേക്ക് ഇടരുത്, ഓനെ എൻ്റെ വീട്ടിൽ സംരക്ഷിച്ചോളാം, ഞാൻ എത്രയോ കാലം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പണിയെടുത്ത ആളാണ്, അതിൻ്റെ കുട്ടിയാണ്, എനിക്കോൻ ജയിലിലേക്ക് പോകുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ മനുഷ്യന്മാരാണല്ലോ. അപ്പം നിങ്ങൾ കാക്കിയിടുമ്പോൾ നിങ്ങൾ പടച്ചോൻ വേറെ പ്രത്യേകമായി ഇറക്കിയ വേറെ വിഭാഗം എന്നല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ കോലത്തിൽ അടിക്കണ കാഴ്ച കണ്ടുകൊണ്ട് പറയാട്ടോ, ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ ഒരിക്കലും ഞാൻ ആ പോലീസുകാരനെ ആക്രമിക്കണേന് യോജിച്ചിട്ടില്ല. ഇന്നും അത്തരത്തിലുള്ള നിയമം കയ്യിലെടുക്കുന്ന കാര്യത്തോട് യോജിപ്പില്ല. പക്ഷേ ആ പോലീസുകാരൻ ആ പയ്യനെ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഇടക്ക് വന്നിട്ട് അടിക്കണ രംഗം കണ്ടപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രതികരിക്കുന്ന മനുഷ്യർ എന്നുള്ള രീതിയിൽ ജനങ്ങൾ പറഞ്ഞെടുത്താണ് ഇന്ത്യ മനോഭാവം നിൽക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടല്ല. ഇതിനൊക്കെ കാരണക്കാരാരാണ്? അപ്പോൾ അതാണ് ചോദ്യം. അതായത് നിയമപരമായ ഗുണ്ടായിസമാണല്ലേ ശരിക്ക് ഈ പോലീസുകാരൻ കാട്ടിയത്? മറ്റവൻ ക്രിമിനൽ സ്വഭാവമുള്ള ഗുണ്ടായിസം കാണിച്ചപ്പോൾ പോലീസുകാരൻ കാണിച്ചത് എന്താണ്? നിയമപരമായ ഗുണ്ടായിസ. ഇത് രണ്ടുണ്ടെങ്കിലും ശരിക്കും ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എവിടെയാണ് ഇതിന് കാരണം ആരാണ്? ഇതിൻ്റെ കാരണക്കാരൻ ആരാണ്? ശരിക്കും ആ പോലീസുകാരനാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണക്കാരൻ ആരാണ്? അയാളെങ്ങനെ വാശി കയറ്റുകയും അയാളെ ഇത്തരത്തിൽ ഗുണ്ടായിസ രീതിയിലേക്ക് പ്രതികരിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്ത ആ പാറ്റേൺ, ആ കാരണക്കാരൻ ആരാ? ഇത് ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലേ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ലാത്തി ചാർജൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെ
തല്ലാൻ ഒരിക്കലും പാടില്ല, അത് വേറെ വിഷയം. ഒരുപാട് പ്രൊസീജിയർ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോലീസിലെ പല ആളുകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് മൂന്നാല് മക്കളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തട്ടുകടയിൽ പോയ സാഹചര്യത്തിൽ വന്ന് അടിക്കുക. അപ്പം ഞാനൊക്കെ രാത്രി ചായ കുടിക്കാൻ ഇറങ്ങുന്നതാണ്. ഞാൻ MDMA, ഞാനൊക്കെ അതിനൊക്കെ എതിരെ, ലഹരിക്കൊക്കെ എതിരാണ് ഞാൻ. ഒരു നിലക്കുള്ള ലഹരി അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹം. വന്ന് തല്ലുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇത് നോക്കണ്ട. ആ കടക്കാരനും കിട്ടി, അയാളെ ഉപജീവനവുമായി വന്നു. ഇതൊക്കെ പോലീസ് നടത്തുന്ന നരനായാട്ടാണ്. ഇതിനൊക്കെ എന്താണ് അതായത് ഇതിനൊക്കെ എന്താണ് സർക്കാർ ഉത്തരം പറയാം? പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ എന്ത് ഉത്തരം പറയും? ഇത് നിയമപരമായി നടക്കുന്ന ചില ഗുണ്ടായിസാണ്, അത് നിങ്ങൾ സഹിച്ചോളി എന്നാണ് പറയാം. ആണോ? ഏതായാലും ഈ വിഷയത്തിൽ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കില്ല. വീഡിയോ ഒക്കെ ധാരാളം വൈറലാണ്, 2 സംഭവങ്ങളും വൈറലാണ്. ഏതായാലും ഇതിനൊക്കെ കാരണങ്ങൾ നമ്മൾ കൃത്യമായി നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ അത് SFI എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ പിന്നെ SDPI എന്നോ മുസ്ലിം ലീഗ് എന്നോ അങ്ങനെയൊന്നുമില്ല. കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. നേരെ മറിച്ച് മനുഷ്യത്വപരമായി നോക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ ആ പോലീസുകാരനാണ്. ബാക്കിയുള്ള നിയമ നടപടികളൊക്കെ നടക്കട്ടെ, പ്രൊസീജിയറൊക്കെ നടക്കട്ടെ, പക്ഷേ ഇതിൻ്റെ കാരണക്കാർ അത് പോലീസുകാരനാണ്. അതിലൊരു തർക്കമില്ല.